ഹലോ, നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളതിൻ്റെ പാർട്ട് 2 പോവുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ പാർട്ട് 1 മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് 5 ജനറേഷൻസ് ഉണ്ട് മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൽ. അപ്പോൾ മൊബൈലിൽ ഉള്ള 5 ജനറേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിരുന്നു. ദെൻ നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസുകളാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സർവീസുകളെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോവുക. There are lots of mobile communication services technologies. Some popular mobile communication technologies are short message service, SMS എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. Then multimedia messaging service, MMS, multimedia messaging services. Then third one, global positioning system, GPS. Then fourth one, smart card. അപ്പോൾ നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസിൽ കുറേ ടെക്നോളജീസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ടെക്നോളജീസാണ് നമ്മൾ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. SMS, MMS, GPS ആൻഡ് സ്മാർട്ട് കാർഡ്. ദെൻ അതിന് ഫസ്റ്റ് വൺ SMS. അപ്പോൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളൊരു വേർഡാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് അയച്ചിട്ടുള്ള സെൻഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് SMS എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഷോർട്ട് മെസ്സേജ് സർവീസ്. SMS is a technology which allows us to exchange short text message up to 130 characters using mobile phones. മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനാണ് SMS എന്ന് പറയുക. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് മെസ്സേജിനകത്ത് മാക്സിമം 130 ക്യാരക്ടേഴ്സ് വരെയാണ് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജുകളായിട്ട് നമ്മൾ നമ്മുടെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ SMS എന്ന് പറയുക. ഓക്കെ, ദെൻ when we send an SMS, it reaches short message service center, SMSC. Then and these senders send out message to the recipient. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വെൻ വി സെൻഡ് ആൻ SMS, നമ്മളൊരു SMS സെൻഡ് ചെയ്യുമ്പോൾ ആദ്യം അത് എവിടെ പോകും, ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്ററിൽ, SMSC, ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്ററിൽ ചെല്ലും. ദെൻ ദി സെൻഡർ സെൻഡ് ഔട്ട് മെസ്സേജ് ടു ദ റെസിപ്പിയൻറ്റ്. നമ്മൾ ആർക്കാണോ ആ SMS അയക്കുന്നത് അവരുടെ ആ ഒരു സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ റെസിപ്പിയൻറ്റിൻ്റെ അടുത്തോട്ട് ഈ SMS ആണ് ഈ SMS ഫോർവേഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അയക്കുന്ന മെസ്സേജ് ആദ്യം SMSCയിൽ ചെല്ലും, അവിടെ നിന്നാണ് റെസിപ്പിയൻ്റെ അടുത്തോട്ട് മെസ്സേജ് പോവുക. ഫോർ സെൻഡിങ് SMSC യൂസ് 2 മെക്കാനിസം. മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുമ്പം SMSC 2 മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ സ്റ്റോർ ആൻഡ് ഫോർവേഡ്, സെക്കൻഡ് വൺ ഫോർവേഡ് ആൻഡ് ഫോർഗെറ്റ്. ആദ്യം സ്റ്റോർ ആൻഡ് ഫോർവേഡ്, സ്റ്റോർ ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യും. രണ്ടാമത്തത് ഫോർവേഡ് ചെയ്തിട്ട് ഫോർഗെറ്റ് ചെയ്യും. എന്താണെന്ന് നോക്കാം. In store and forward, if a recipient is not reachable, the SMSC wait and resend later. സ്റ്റോർ ആൻഡ് ഫോർവേഡിനകത്ത് ഈ റെസിപ്പിയൻറ്റ് നമുക്ക് റീച്ചബിൾ അല്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ ആ ഡെസ്റ്റിനേഷൻ ആൾ റീച്ചബിൾ അല്ല, ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ SMSC വെയിറ്റ് ചെയ്യും. അയാൾ എപ്പോഴാണോ റീച്ചബിൾ ആവുന്നത് അല്ലെങ്കിൽ റേഞ്ചിൽ വരുന്നത് എപ്പോഴാണോ അപ്പോൾ വരെ വെയിറ്റ് ചെയ്യും. റേഞ്ചിൽ വന്നു കഴിയുമ്പോൾ SMSC മെസ്സേജ് അവർക്ക് സെൻഡ് ചെയ്യും. അതാണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് പറയുക. ഇൻ ഫോർവേഡ് ആൻഡ് ഫോർഗെറ്റ്, ദ SMSC സെൻഡ് മെസ്സേജ് ഓൺലി വൺസ് ആൻഡ് ഇഫ് ഇറ്റ് ഫെയിൽസ് ദ മെസ്സേജ് ഈസ് നോട്ട് സെൻഡ് അഗെയിൻ. അതായത് ഫോർവേഡ് ആൻഡ് ഫോർഗെറ്റിനകത്ത് SMSC മെസ്സേജ് ഒരു പ്രാവശ്യം മാത്രം സെൻഡ് ചെയ്യും. പിന്നെ അത് അവർക്ക് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കുന്നില്ല. അത് അവർക്ക് കിട്ടിയാലും കിട്ടിയില്ലാലും പിന്നെ ഇത് ഒരിക്കലും അതത് വീണ്ടും സെൻഡ് ചെയ്യില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമേ സെൻഡ് ചെയ്യുള്ളൂ, പിന്നീട് അത് സെൻഡ് ചെയ്യത്തില്ല. അതാണ് ഫോർവേഡ് ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസത്തിനകത്ത് പറയുക. അപ്പം അങ്ങനെ 2 മെക്കാനിസമാണ് SMSC ഫോളോ ചെയ്യുന്നത്, സ്റ്റോർ ആൻഡ് ഫോർവേഡ്, ഫോർവേഡ് ആൻഡ് ഫോർഗെറ്റ്. SMS മെസ്സേജസ് ആർ എക്സ്ചേഞ്ച്ഡ് യൂസിങ് ദ പ്രോട്ടോകോൾ SS7, സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7. അതായത് SMS മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് SS7 എന്ന് പറയുക. 1 വേർഡൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7 എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം പറയുക, SS7. അപ്പോൾ SMS മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ SS7. ഓക്കെ, അതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടെക്നോളജി. SMS എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത്
MMS. MMS is a technology which allows us to exchange multimedia content such as text, graphics, music, video, clips, etc. using mobile phone. മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിമീഡിയ കണ്ടൻറ്റ്, അതായത് ടെക്സ്റ്റ് ആവാം, ഗ്രാഫിക്സ് ആവാം, മ്യൂസിക്സ് ആവാം, വീഡിയോ ക്ലിപ്പുകളാവാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ടെക്നോളജിയാണ് MMS എന്ന് പറയുക. SMS-നകത്ത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. MMS-നകത്ത് നമുക്ക് ടെക്സ്റ്റ് ഉണ്ടാകാം, ഗ്രാഫിക്സ് ഉണ്ടാവാം, മ്യൂസിക് ഉണ്ടാവാം, വീഡിയോ ക്ലിപ്പ്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. When we send an MMS, it reaches MMS server and this server store and handle incoming and outgoing messages. അപ്പോൾ നമ്മളൊരു SMS സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം എവിടെ ചെല്ലും? MMS സെർവറിൽ ചെല്ലും. ഈ MMS സെർവറാണ് അത് സ്റ്റോർ ചെയ്ത് ആ ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് മെസ്സേജുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇൻകമ്മിങ് ആണെങ്കിൽ അത് അവിടെ സ്റ്റോർ ചെയ്യും, ഔട്ട് ഗോയിങ് ആണെങ്കിൽ അത് അവിടെ സ്റ്റോർ ചെയ്യും. അങ്ങനെ MMS സെർവർ വഴിയാണ് അതിൻ്റെ മെസ്സേജുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. All MMS servers have an MMS proxy relay which is responsible for transferring messages. MMS സെർവറിന് ഒരു MMS പ്രോക്സി റിലേ ഉണ്ട്. അതാണ് ആ പ്രോക്സി റിലേ യൂസ് ചെയ്തിട്ടാണ് മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി പ്രോക്സി റിലേക്കാണ്. ഓക്കെ, അപ്പോൾ ആ പ്രോക്സി റിലേ യൂസ് ചെയ്തിട്ടാണ് MMS മെസ്സേജുകൾ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് MMS-നെ കുറിച്ച് പറയുക. നമുക്ക് മൾട്ടിമീഡിയ കണ്ടന്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് MMS എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് GPS. നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് GPS. The Global Positioning System is a satellite-based navigation system that is used to locate a geographical position anywhere on the earth. ഭൂമിയിലുള്ള ഏതൊരു ജിയോഗ്രഫിക്കൽ പൊസിഷനെയും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റിൻ്റെ ഹെൽപ്പോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റമാണ് GPS എന്ന് പറയുക. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഇസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. സാറ്റലൈറ്റിൻ്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു നാവിഗേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് എ ജിയോഗ്രഫിക്കൽ പൊസിഷൻ എനിവെയർ ഓൺ ദ എർത്ത്. ഭൂമിയിലുള്ള ഏത് ലൊക്കേഷൻ വേണമെങ്കിലും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് GPS എന്ന് പറയുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സാറ്റലൈറ്റ് കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് സ്റ്റേഷൻസ് ആൻഡ് റിസീവേഴ്സ്. അപ്പോൾ ഒരു GPS-നകത്ത് സാറ്റലൈറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്റ്റേഷൻസ് ഉണ്ടാവും, അതേപോലെ റിസീവേഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ 3 ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് GPS വർക്ക് ചെയ്യുക. സാറ്റലൈറ്റ്, കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് സ്റ്റേഷൻസ്, റിസീവേഴ്സ്. ദെൻ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത് പറയുക. അപ്പോൾ വർക്കിംഗ്, ദ ബേസിസ് ഓഫ് GPS ഈസ് എ ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ദാറ്റ് ആർ കണ്ടിന്യൂസ്ലി ഓർബിറ്റിംഗ് ദ എർത്ത്. അതായത് GPS-ൻ്റെ ബേസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ചുറ്റും അല്ലെങ്കിൽ എർത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എർത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റാണ് എന്തു പറയുക GPS-ൻ്റെ ബേസിസ് എന്ന് പറയുക. അതായത് എർത്ത് മൂവ് ചെയ്യുന്ന അതേ റൂട്ടിൽ അല്ലെങ്കിൽ അതേ സ്പീഡിൽ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റ്, കുറച്ച് സാറ്റലൈറ്റുകളാണ് ഇതിൻ്റെ GPS-ൻ്റെ ബേസ് എന്ന് പറയുക. അതിൻ്റെ ബേസിലാണ് GPS വർക്ക് ചെയ്യുക. These satellites transmit radio signals that contain their exact location, time and other information. അപ്പോൾ ഈ സാറ്റലൈറ്റുകൾ കുറച്ച് റേഡിയോ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ റേഡിയോ സിഗ്നൽസിനകത്ത് അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ, ആ സാറ്റലൈറ്റിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ, അതിൻ്റെ ടൈം, അതേപോലെ വേറെ കുറേ ഇൻഫോർമേഷനും കൂടെ ആയിരിക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻ എല്ലാം അടങ്ങിയ റേഡിയോ സിഗ്നൽസ് ഈ സാറ്റലൈറ്റുകൾ ട്രാൻസ്മിറ്റ് ചെയ്യും. GPS receivers pick up these signals from the control stations to calculate their exact position, users exact position. അപ്പോൾ GPS-ൻ്റെ റിസീവേഴ്സ് അപ്പോൾ ഈ റേഡിയോ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് സ്റ്റേഷൻസിൽ അതിൻ്റെ സിഗ്നൽസ് വരും. ദെൻ GPS റിസീവേഴ്സ് ഈ സ്റ്റേഷനിൽ നിന്ന് ഈ സിഗ്നലുകൾ പിക്കപ്പ് ചെയ്യും. ദെൻ പിക്ക് ചെയ്ത്
ഫ്രം ദ കൺട്രോൾ സ്റ്റേഷൻ ടു കാൽക്കുലേറ്റ് യൂസേഴ്സ് എക്സാക്റ്റ് ലൊക്കേഷൻ. ആ യൂസറിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് അതിൻ്റെ കൺട്രോൾസ് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ലൊക്കേഷൻ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇറ്റ് യൂസേഴ്സ് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്: വെഹിക്കിൾ ട്രാക്കിംഗ്, വെഹിക്കിൾ നാവിഗേഷൻ, എയർക്രാഫ്റ്റ് നാവിഗേഷൻ, ഓയിൽ എക്സ്പ്ലോറേഷൻ, ഫാമിംഗ്, അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ GPS യൂസ് ചെയ്യുക. വെഹിക്കിൾ ട്രാക്കിംഗ്, ഒരു വെഹിക്കിൾ പോകുമ്പോൾ അത് എവിടെ എത്തി അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതിനാണ് വെഹിക്കിൾ ട്രാക്കിംഗ് എന്ന് പറയുക. ദെൻ വെഹിക്കിൾ നാവിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് GPS വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് റൂട്ട് കണ്ടുപിടിച്ച് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വഴി കണ്ടുപിടിച്ച് പോകാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് വെഹിക്കിൾ നാവിഗേഷൻ. അതേപോലെ എയർക്രാഫ്റ്റ് നാവിഗേഷന് വേണ്ടിയിട്ടുണ്ട്, ഓയിൽ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടുണ്ട്, ഫാമിങ്ങിന് വേണ്ടിയിട്ട്, അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസ് അന്തരീക്ഷ പഠനത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും GPS യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സ്മാർട്ട് കാർഡ്സ്. Smart cards. A smart card is a plastic card embedded with a computer chip and a memory that stores and transacts data. ഒരു സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. ആ പ്ലാസ്റ്റിക് കാർഡിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു മെമ്മറി, കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ടാവും, അതേപോലെ ഒരു മെമ്മറി ഉണ്ടാവും. അത് ഡാറ്റ സ്റ്റോർ ചെയ്യുകയും ട്രാൻസാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. സ്മാർട്ട് കാർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സിം കാർഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, മൊബൈൽ കാർഡ് സിമ്മിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സാധനമാണ് സിം എന്ന് പറയുക, സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ എന്ന് പറയുക. അപ്പോൾ അതിനകത്തൊരു കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ടാവും, അതേപോലെ അതിനകത്ത് മെമ്മറി ഉണ്ടാവും, നമ്മുടെ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറി പോർഷനും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കാർഡിനെയാണ് എന്ത് പറയുക, സ്മാർട്ട് കാർഡ് എന്ന് പറയുക. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെക്യൂരിറ്റി ഉണ്ടാവും. ദെൻ ഇറ്റ് ക്യാൻ സ്റ്റോർ ആൻഡ് പ്രോസസ് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അത് പ്രോസസ്സ് ചെയ്യാനും സാധിക്കും. ദെൻ ഇറ്റ് ഈസ് ഈസി ടു ക്യാരി, ഈസി ആയിട്ട് നമുക്കത് കൊണ്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുക. In mobile communication, SIM, subscriber identity module cards are manufactured using smart card technology. മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ സ്മാർട്ട് കാർഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് സിം മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. സിം കാർഡ് ഉണ്ടാക്കിയേക്കുന്നത് ഈ സ്മാർട്ട് കാർഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. അതേപോലെയുള്ള ബാക്കി സ്മാർട്ട് കാർഡുകളാണ് ATM കാർഡ്സ്, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് സ്മാർട്ട് കാർഡ്സ്. അപ്പോൾ ATM കാർഡും ക്രെഡിറ്റും ഡെബിറ്റ് കാർഡുകളെല്ലാം സ്മാർട്ട് കാർഡിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് എന്ന് പറയുക. SMS, ഷോർട്ട് മെസ്സേജ് സർവീസ്, ദെൻ മൾട്ടിമീഡിയ സർവീസ് MMS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS, ദെൻ സ്മാർട്ട് കാർഡ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം is the operating system used in mobile devices. മൊബൈൽ ഡിവൈസസിനകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറയുന്നതാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. മൊബൈൽ ഡിവൈസ് നമ്മൾ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ടാബിലും ഒക്കെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം വർക്ക് ചെയ്യിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മൊബൈൽ ഡിവൈസസ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. ദെൻ ഫങ്ഷൻസ് ഓഫ് എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. A mobile operating system manages the hardware, multimedia functions, internet connectivity, etc. in mobile device. മൊബൈൽ ഡിവൈസിൻ്റെ ഹാർഡ്വെയർ, അതിൻ്റെ മൾട്ടിമീഡിയ ഫങ്ഷൻസ്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. സം പോപ്പുലർ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ, പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. നമ്മുടെ മിക്കവാറും എല്ലാ മൊബൈൽ ഫോൺസിലും തന്നെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രം ഗൂഗിൾ INC, ഗൂഗിളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗൂഗിൾ മാനുഫാക്ചർ ചെയ്തേക്കുന്നതാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. ദെൻ iOS ഫ്രം ആപ്പിൾ INC, ആപ്പിൾ INC ആണ് ഐഫോൺസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന iOS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ വിൻഡോസ് ഫോൺ ഫ്രം മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനിൽ നിന്നാണ് വിൻഡോസ് ഫോൺ എന്നുള്ളത്. ദെൻ ബ്ലാക്ക്ബെറി ഫ്രം ബ്ലാക്ക്ബെറി കമ്പനിയിൽ നിന്നുള്ളതാണ് ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണിത്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, iOS, വിൻഡോസ് ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ ബ്ലാക്ക്ബെറി.
ഓക്കെ, അല്ല ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചും അതിൻ്റെ പോപ്പുലറായിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ വേർഷൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒത്തിരി സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. ആൻഡ്രോയിഡ് ഈസ് എ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻഡ് മെയിൻലി ഫോർ ടച്ച് സ്ക്രീൻ മൊബൈൽ ഡിവൈസസ്. ടച്ച് സ്ക്രീൻ മൊബൈൽ ഡിവൈസസ് എന്താണോ ഒക്കെ നമുക്കറിയാം. നമ്മളതിന് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യങ്ങളൊന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. ടച്ച് സ്ക്രീൻ മൊബൈൽ ഡിവൈസസിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുക. This operating system was developed in 2003 by Andy Robin and friends. ആൻഡി റോബിനും അയാളുടെ ഫ്രണ്ട്സും കൂടി 2003 ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. In 2007 this operating system was used in smartphones and tablets. അപ്പോൾ 2007 തൊട്ട് അല്ലെങ്കിൽ 2007 ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺസിലും ടാബ്ലറ്റ്സിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. Then the user interface of Android is based on touch input, TUI, touch user interface, like swiping, tapping, pinching and reverse pinching to manipulate on screen object. അപ്പോൾ യൂസർ ഇൻ്റർഫേസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡ് ചെയ്തേക്കുന്നത് ടച്ച് ഇൻപുട്ടിലാണ്. ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ സ്ക്രീനിൽ നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ടച്ച് ചെയ്തിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുക. ദെൻ TUI എന്ന് പറഞ്ഞാൽ ടച്ച് യൂസർ ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് സ്വൈപ്പ് ചെയ്യാം, ടാപ്പ് ചെയ്യാം, പിഞ്ചിങ് ചെയ്യാം. പിഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂം ഔട്ട് ചെയ്യുന്നതിനെയാണ് പിഞ്ച് ചെയ്യുക എന്ന് പറയുക. സൂം ഇൻ ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് പിഞ്ചിങ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം അല്ലെങ്കിൽ ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് ഈ സ്ക്രീൻ ഒബ്ജക്ട്സിനെ നമ്മൾ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക. Android allows users to customize their home screens with shortcuts to applications and widgets. ആപ്ലിക്കേഷൻസിലോട്ടും വിഡ്ജറ്റിലോട്ടും ഉള്ള ഷോർട്ട് കട്ട് കീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആൻഡ്രോയിഡ് നമ്മുടെ അതിൻ്റെ ഹോം സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ കാണിക്കുന്ന ആ സ്ക്രീനാണ് ഹോം സ്ക്രീൻ എന്ന് പറയുക. അപ്പോൾ ആൻഡ്രോയിഡ് അതിനുള്ള പ്രൊവിഷൻ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഹോം സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻസും വിഡ്ജറ്റ്സും ഒക്കെ ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ട്സ് വെച്ചിട്ട് നമ്മുടെ ഹോം സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് അലൗ ചെയ്ത് തരുന്നുണ്ട്. Then Android operating system provide an Android software development kit, SDK, Android software development kit. അപ്പോൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിറ്റാണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. ബൈ യൂസിങ് ദിസ് എ ഡെവലപ്പർ ക്യാൻ ഡെവലപ്പ് ആപ്ലിക്കേഷൻസ് കോൾഡ് ആപ്സ്. അപ്പോൾ ഈ കിറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ യൂസേഴ്സിന് അവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് പറയുന്ന പേരാണ് ആപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത്. ദെൻ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ ഹെൽപ്പ് us to download all kinds of apps in our devices. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഈ പറയുന്ന ആപ്പുകൾ അല്ലെങ്കിൽ ആപ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഫ്രീ, അത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. Then factors led to high popularity in operating system. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുക. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഓപ്പൺ സോഴ്സ് നേച്ചർ. അതായത് ഇത് ഓപ്പൺ സോഴ്സാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സോഴ്സ് കോഡും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ആ സോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഓപ്പൺ സോഴ്സ് നേച്ചറാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. ഈസി ടു ഡെവലപ്പ് ആൻഡ്രോയിഡ് ആപ്സ് നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ പ്രൊവൈഡ് ഫ്രീ ഡൗൺലോഡിംഗ് ഫെസിലിറ്റി. ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ആപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യം തരുന്നുണ്ട്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ടും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത്രയും പോപ്പുലറായിട്ട് വന്നത്.
Okay, then Android versions and releases name. ആൻഡ്രോയിഡ് വേർഷൻസ് അല്ലെങ്കിൽ റിലീസ് ചെയ്തേക്കുന്നത്, അതായത് പേരിൽ റിലീസ് ചെയ്തേക്കുന്ന അതാണ്. ഇപ്പോൾ പുതിയ വേർഷൻസൊക്കെ വന്നു. നമ്മൾ 2016 വരെയുള്ള വേർഷൻസാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായിട്ട് പറഞ്ഞേക്കുന്നത് 10.0 എന്ന പേരൊന്നും ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. 10.0, ദെൻ 9.0 അതിൻ്റെ തൊട്ട് പുറകിലുള്ള വേർഷൻ പൈ എന്നാണ് അതിൻ്റെ പേര് പറയുക. ദെൻ 8.1 ഓറിയോ, 7.1.0 ഡോനട്ട് nougat, then 6.0 marshmallow, then 5.1 lollipop, 4.1 KitKat, 4.1 jelly bean, then 4.0.1 ice cream sandwich, 3.1 honeycomb, 2.3 gingerbread, 2.1 froyo, 2.1 eclair, 1.6 donuts, 1.5 cupcake. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വേർഷൻ 1.5 കപ്പ് കേക്ക്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഓരോ ബേക്കറി ഐറ്റംസിൻ്റെ പേരൊക്കെയാണ് ഇതിന് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായിട്ട് പറഞ്ഞേക്കുന്നത് 10.0 ആണ്. അപ്പോൾ അതിന് പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ അപ്പോൾ ഇത്രയുമാണ് ആൻഡ്രോയിഡിൻ്റെ വേർഷൻസ്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കണം, അതിൻ്റെ പോപ്പുലാരിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങൾ പഠിക്കണം, അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്, ദെൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. ഇത്രയുമാണ് ഈ പാട്ടിനകത്ത് നിങ്ങൾ പഠിച്ചത്. പഠിക്കണം, വീണ്ടും വീണ്ടും കേട്ടും ശരിക്കും മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.